ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ക്ലാസ് 8 കേരള പടാവലി ഓണം എക്സാം 2026 നമ്മൾ ഓരോ പാഠഭാഗത്തിൻ്റെയും റിവിഷനാണ് നടത്തുന്നത്. ആദ്യത്തെ 2 പാഠഭാഗങ്ങളുടെ റിവിഷൻ പരീക്ഷയ്ക്ക് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1 മാർക്കിൻ്റെ, 2 മാർക്കിൻ്റെ, അതേപോലെ തന്നെ 4 മാർക്കിൻ്റെ, 6 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ യൂണിറ്റായ മനസ്സ് നന്നാവട്ടെ, അതിൽ 3 പാഠഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ പാഠം പനിനീർ പൂവാണ്. അതിലെ മഹാകവി ഉള്ളൂരിൻ്റെ പനിനീർ പൂവ് അതിൽ വിളിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ പാഠമായ താളുകൾക്കിടയിലെ മയിൽപീലി, അതിലും പ്രിയ എസിൻ്റെ താളുകൾക്കിടയിലെ മയിൽപീലി, അതിലും നമ്മൾ കഥാപാത്ര നിരൂപണവും അതേപോലെ 1 മാർക്കിൻ്റെ 2 മാർക്ക് പരീക്ഷയ്ക്ക് വരുന്ന രീതിയിലുള്ള മോഡലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ 3ാമത്തെ പാഠഭാഗമാണ്. തിങ്കളാഴ്ച നല്ല ദിവസം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ബിന്ദു അമ്മയെ ശരണാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന കാരണം എന്ത്? ബിന്ദു അമ്മയെ ശരണാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന കാരണം എന്ത്? 4 ഓപ്ഷൻസ് ഉണ്ട്. അമ്മയ്ക്ക് വീട്ടിലെ ജോലികൾ ചെയ്യാൻ കഴിയാത്തതിനാൽ, അമ്മയ്ക്ക് കൂടുതൽ സൗകര്യവും സുരക്ഷവും പരിചരണവും ലഭിക്കുന്നതിനാൽ, മൂന്നാമത്തെ അമ്മയ്ക്ക് ബന്ധുക്കളെ കാണാൻ കഴിയാത്തതിനാൽ, നാലാമത്തെ അമ്മയ്ക്ക് സ്വന്തം വീട്ടിൽ ഇഷ്ടമല്ലാത്തതിനാൽ. അപ്പോൾ അതിൽ ശരിയായ ഉത്തരം അമ്മയ്ക്ക് കൂടുതൽ സൗകര്യവും സുരക്ഷവും പരിചരണവും അതുകൊണ്ടാണ് ശരണാലയത്തിലേക്ക് മാറ്റുന്നു എന്നാണ് മക്കൾ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ല എന്ന അംബികയുടെ വാക്കിലൂടെ വ്യക്തമാക്കുന്ന ആശയം ഏത്? അപ്പോൾ അവിടെ പറയുന്നുണ്ട് അംബിക അമ്മ ആരുടെയും ഷെയറിലല്ല, വീടല്ലേ ഏട്ടൻ്റെ ഷെയർ ഉള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതിന് അതിലൂടെ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ആ വരികൾക്കിടയിലെ ആശയമാണ് ചോദിച്ചത്. ആദ്യത്തെ ഓപ്ഷൻ വീടിൻ്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള തർക്കം, രണ്ടാമത്തെ അമ്മയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം, മാതാപിതാക്കൾ സ്വത്ത് പോലെ പങ്കുവയ്ക്കപ്പെടേണ്ടവരല്ലെന്ന നിലപാട്, ഗോപന് വീടിൻ്റെ അവകാശമില്ലെന്ന വാദം. അപ്പോൾ അതിലെ ശരിയായ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ എന്ന വാക്കിലൂടെ വ്യക്തമാക്കുന്ന എന്താണ്? മാതാപിതാക്കൾ സ്വത്ത് പോലെ പങ്കുവയ്ക്കപ്പെടേണ്ടവരല്ല എന്ന നിലപാടാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇനി അടുത്തത് 3, ശരണാലയത്തെക്കുറിച്ചുള്ള ബിന്ദുവിൻ്റെ വിശദീകരണത്തിന് അമ്മ സ്വർഗ്ഗലോകം എന്ന് പ്രതികരിക്കുന്നത് പ്രധാനമായും എന്തുകൊണ്ടാണ്? ശരണാലയത്തോട് അമ്മയ്ക്ക് വലിയ താല്പര്യമാണ്. അവിടുത്തെ സൗകര്യങ്ങളെ അമ്മ ഗൗരവമായി വിലയിരുത്തുന്നതിനാൽ, സ്വന്തം ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയെ നർമ്മത്തിലൂടെ നേരിടുന്നതിനാൽ, ശരണാലയത്തിൽ പോകാൻ അമ്മയ്ക്ക് നേരത്തെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? അമ്മ സ്വർഗ്ഗലോകം എന്ന് പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയെ നർമ്മത്തിലൂടെ നേരിടുകയാണ് അമ്മ ഇവിടെ സ്വർഗ്ഗലോകം എന്ന് പ്രതികരിക്കുന്നതിലൂടെ. ഇനി അടുത്തത്, വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുന്ന സമയത്ത് അമ്മ പശുവിൻ്റെയും ആടിൻ്റെയും കാര്യം പ്രത്യേകം ഏൽപ്പിക്കുന്നത് അമ്മയുടെ ഏത് സവിശേഷതയാണ് വ്യക്തമാക്കുന്നത്? 1, സ്വത്തിനോടുള്ള അമിതമായ ആഗ്രഹം, വളർത്തുമൃഗങ്ങളോടുള്ള ആത്മബന്ധവും ഉത്തരവാദിത്ത ബോധവും, മക്കളോടുള്ള അവിശ്വാസം, സ്വന്തം വീടിനോടുള്ള വിരോധം. അപ്പോൾ വീട്ടിൽ നിന്ന് യാത്ര പോവുകയാണ്. അപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന പശുവിനെയും ആടിൻ്റെയും ഒക്കെ കാര്യം അമ്മ ഏൽപ്പിക്കുന്നുണ്ട്. എന്താണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്? വളർത്തുമൃഗങ്ങളോടുള്ള ആത്മബന്ധവും ഉത്തരവാദിത്ത ബോധവും. നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പരിചയപ്പെടാം. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. അംബികയുടെ ഈ വാക്കിൻ്റെ ആശയം വ്യക്തമാക്കുക. വീടും പറമ്പും മക്കളുടെ ഓഹരിയായിരിക്കാം, എന്നാൽ അമ്മ ഒരു സ്വത്തല്ലെന്നും മക്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരാളല്ലെന്നും അംബിക വ്യക്തമാക്കുന്നു. മാതാപിതാക്കൾ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന ആശയമാണ് ഈ വാക്കിലുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഋതുവും അമ്മയും തമ്മിലുള്ള സംഭാഷണം അമ്മയുടെ എന്ത് സ്വഭാവമാണ് വെളിപ്പെടുത്തുന്നത്? ഋതുവിനോടുള്ള അമ്മയുടെ ആഴത്തിലുള്ള സ്നേഹമാണ് സംഭാഷണത്തിലൂടെ വ്യക്തമാകുന്നത്. ശരണാലയത്തിലേക്ക് പോകുമ്പോഴും ഋതുവിനെ ആശ്വസിപ്പിക്കുകയും അടുത്ത ദിവസം വിളിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. കുട്ടിയുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി അടുത്തത്, സ്വർഗ്ഗലോകം എന്ന് കേട്ടിട്ടുണ്ട് എന്ന അമ്മയുടെ പ്രതികരണത്തിലെ പ്രത്യേകത എന്താണ്? ബിന്ദു ശരണാലയത്തിലെ സൗകര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അമ്മ അതിനെ പരിഹാസ രൂപത്തിൽ സ്വർഗ്ഗലോകത്തോട് ഉപമിക്കുന്നു. അവിടെ പണിയൊന്നുമില്ലെന്ന വിവരണത്തെ സ്വന്തം ജീവിതാനുഭവവുമായി ബന്ധിപ്പിച്ചിട്ടാണ് അമ്മ പ്രതികരിക്കുന്നത്. ഇതിൽ അമ്മയുടെ നർമ്മബോധവും സാഹചര്യത്തെ തിരിച്ചറിയാനുള്ള കഴിവും പ്രകടമാണ്. ഇനി അടുത്തത് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അമ്മയുടെ വീടിനോടും പറമ്പിനോടുമുള്ള ആത്മബന്ധം വ്യക്തമാക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക. അമ്മയ്ക്ക് സ്വന്തം വീടും പറമ്പും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അമ്മയ്ക്ക് സ്വന്തം വീടും പറമ്പും ജീവിതത്തിൻ്റെ ഭാഗമാണ്. പശുവിനെയും ആടിനെയും പരിചരിക്കുകയും അവയുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത് അവയോടുള്ള സ്നേഹം വ്യക്തമാക്കുന്നു. താൻ ദഹിപ്പിച്ചാൽ വീടിൻ്റെ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കണമെന്നും താൻ മരിച്ചാൽ വീടിൻ്റെ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കണമെന്നും അതിന് പ്രത്യേകമായി മാവ് വെട്ടണമെന്നും പറയുന്നതിലൂടെ മണ്ണിനോടുള്ള ആഴത്തിലുള്ള ആത്മബന്ധവും വ്യക്തമാകുന്നു. ഇനി അടുത്ത ചോദ്യം, ഗോപൻ്റെയും അംബികയുടെയും
നിലപാടുകൾ തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുക. ഗോപൻ അമ്മയെ സുരക്ഷിതമായും സൗകര്യപ്രദമായും സംരക്ഷിക്കാനാണ് ശരണാലയത്തിലേക്ക് മാറ്റണമെന്നാണ് കരുതുന്നത്. വീട് വിൽക്കുന്നതിനെ കുറിച്ചും അയാൾ ചിന്തിക്കുന്നു. എന്നാൽ അംബിക അമ്മയെ ഒരു സ്വത്തായി കാണുന്നതിനെ എതിർക്കുന്നു. അമ്മ ആരുടെയും പ്രത്യേക ഷെയറിലല്ലോ എന്ന വാക്കിലുള്ള അമ്മയോടുള്ള സ്നേഹവും ഉത്തരവാദിത്ത ബോധവുമാണ് അവൾ പ്രകടിപ്പിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മ ലാസ്റ്റ് പോകുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ കാണാൻ ആരും വരരുതെന്ന്, അല്ലേ? എന്ന് മക്കളോട് പറയുന്നതിൻ്റെ പിന്നിലെ മാനസികാവസ്ഥ വിശദീകരിക്കുക. മക്കൾ തന്നെ ശരണാലയത്തിലേക്ക് അയക്കുന്നതിനാൽ അമ്മയ്ക്ക് ആഴത്തിലുള്ള വേദനയുണ്ട്. എന്നാൽ ആ വേദന മക്കളെ കുറ്റപ്പെടുത്തി പ്രകടിപ്പിക്കുന്നില്ല. തൻ്റെ വേർപാട് മക്കളെയും തനിക്കുമിടയിലുള്ള വേദന വീണ്ടും ഉണർത്താതിരിക്കാനാണ് അവർ അങ്ങോട്ട് വരരുതെന്ന് പറയുന്നത്. സ്വന്തം ദുഃഖം മറച്ചു വെച്ച് മക്കളുടെ ജീവിതത്തിന് തടസ്സമാകാതിരിക്കാനുള്ള അമ്മയുടെ ത്യാഗ മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഇനി അടുത്തത്, അവസാന രംഗത്തിലെ പശുവിൻ്റെ കരച്ചിൽ പാഠത്തിൻ്റെ വൈകാരികത എങ്ങനെ വർദ്ധിപ്പിക്കുന്നു? അമ്മ യാത്ര പോകുമ്പോൾ അവരുടെ ഏറ്റവും ആത്മബന്ധമുള്ള പശുവിൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്. ആ കരച്ചിൽ അമ്മയുടെ വേർപാടിൻ്റെ വേദന കൂടുതൽ തീവ്രമാകുന്നു. മനുഷ്യരിൽ നിന്ന് ലഭിക്കാതെ പോയ ആത്മബന്ധം മൃഗങ്ങളിൽ നിലനിൽക്കുന്നു എന്ന സൂചനയും അതിനുണ്ട്. അമ്മ ഞെട്ടലോടെ പശുവിനെ നോക്കുന്നത് രംഗത്തെ കൂടുതൽ ഹൃദയസ്പർശിയാക്കുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. വീടും പറമ്പും ഗോപൻ്റെ ഷെയർ, അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലോ. ഈ വാക്കുകളെ അടിസ്ഥാനമാക്കി അംബികയുടെ കഥാപാത്രത്തെ വിലയിരുത്തുക. അംബികയ്ക്ക് അമ്മയോട് ആത്മാർത്ഥമായ സ്നേഹവും കരുതലുമുണ്ട്. വീട് ഗോപൻ്റെ ഓഹരി ആയിരിക്കാമെങ്കിലും അമ്മ ആരുടെയും സ്വകാര്യ സ്വത്തല്ലെന്ന് അവൾ വ്യക്തമാക്കുന്നു. അമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ സ്വത്തൻ്റെ ഓഹരി നോക്കിയെടുക്കുന്നതിനെ അവൾ എതിർക്കുന്നു. മറ്റുള്ളവർ അമ്മയെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അമ്മയുടെ മാനസികാവസ്ഥയും അവകാശവും മനസ്സിലാക്കുന്ന നിലപാടാണ് അംബിക സ്വീകരിക്കുന്നത്. അതിനാൽ കുടുംബ ബന്ധങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്ന കഥാപാത്രമാണ് അംബിക. ഇനി അടുത്തത്, ശരണാലയം എന്ന ആശയത്തോടുള്ള അമ്മയുടെ പ്രതികരണം വിശകലനം ചെയ്യുക. ബിന്ദു ശരണാലയത്തെ എല്ലാ സൗകര്യങ്ങളുമുള്ള സുഖപ്രദമായ ഒരു സ്ഥലമായാണ് അവതരിപ്പിക്കുന്നത്. ബിന്ദു പറയുന്നത് ശരണാലയത്തെ ഒരു പണിയെടുക്കേണ്ട നല്ല സൗകര്യമാണ്, സുഖമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അമ്മ അതിനെ കേവലം സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണുന്നില്ല. സ്വന്തം വീടും മക്കളും വളർത്തുമൃഗങ്ങളും ഉൾപ്പെടുന്ന ജീവിതമാണ് അമ്മയ്ക്ക് പ്രിയപ്പെട്ടത്. അതിനാൽ ബിന്ദുവിൻ്റെ വിവരണത്തിന് സ്വർഗലോകം എന്ന പരിഹാസപരമായ മറുപടിയാണ് അമ്മ നൽകുന്നത്. സൗകര്യങ്ങൾ ലഭിച്ചാലും സ്വന്തം വീടിനും ബന്ധങ്ങൾക്കും പകരമാവില്ലെന്ന അമ്മയുടെ മനോഭാവമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥ കുടുംബ ബന്ധങ്ങളിലെ മാറ്റങ്ങളെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? പരമ്പരാഗത കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ആധുനിക അണുകുടുംബങ്ങളിലേക്കുള്ള മാറ്റത്തിൻ്റെ പ്രതിഫലനം തിരക്കഥയിൽ കാണാം. മക്കളുടെ സ്വന്തം ജീവിതവും സാമ്പത്തിക ആവശ്യങ്ങളും അമ്മയുടെ ജീവിതവുമായി ഏറ്റുമുട്ടുന്നു. അമ്മയെ ശരണാലയത്തിലേക്ക് മാറ്റുന്നതും വീട് വിൽക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയും കുടുംബ ബന്ധങ്ങളിൽ വന്ന മാറ്റം വ്യക്തമാക്കുന്നു. മാതാപിതാക്കൾ കുടുംബത്തിൻ്റെ കേന്ദ്രമായിരുന്ന സ്ഥാനത്ത് നിന്ന് ചിലപ്പോൾ അധിക ബാധ്യതയായി പരിഗണിക്കപ്പെടുന്ന അവസ്ഥയിലേക്കുള്ള മാറ്റത്തെയാണ് തിരക്കഥ ചോദ്യം ചെയ്യുന്നത്. മാതാപിതാക്കൾ സ്വത്തല്ല, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്താവനയോട് പ്രതികരിച്ച് ഉപന്യാസ രൂപത്തിൽ എഴുതുക. മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നതിനായി ജീവിതത്തിലെ വലിയൊരു ഭാഗം ത്യജിക്കുന്നവരാണ്. എന്നാൽ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവരുടെ സംരക്ഷണം ചിലപ്പോൾ മക്കൾക്ക് നല്ല ബാധ്യതയായി തോന്നുന്നു. തിങ്കളാഴ്ച നല്ല ദിവസം ഈ അവസ്ഥയെ ശക്തമായി അവതരിപ്പിക്കുന്നു. വീട് ഗോപൻ്റെ ഷെയർ ആയിരിക്കാം, എന്നാൽ അമ്മ ആരുടെയും ഷെയർ അല്ല എന്ന അംബികയുടെ വാക്കുകൾ ഇതിൻ്റെ കാതലായ ആശയമാണ്. അമ്മയെ ശരണാലയത്തിലേക്ക് മാറ്റുമ്പോൾ അവരുടെ മാനസികാവസ്ഥ പരിഗണിക്കപ്പെടുന്നില്ല. സ്വന്തം ദുഃഖം മറച്ചു വെച്ച് മക്കളെ സ്നേഹിക്കുന്ന അമ്മയുടെ ചിത്രം ഈ പ്രശ്നത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ വൃദ്ധസദനങ്ങളെ ആവശ്യമായി വരുത്തിയേക്കാം. എങ്കിലും മാതാപിതാക്കൾക്ക് നൽകേണ്ട സ്നേഹത്തിനും പരിചരണത്തിനും കുടുംബ ബന്ധത്തിനും പകരം മറ്റൊന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ സ്വത്തുപോലെ കാണാതെ സ്നേഹത്തോടും ഉത്തരവാദിത്തത്തോടും സംരക്ഷിക്കേണ്ടതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് പരിചയപ്പെടാം. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിലെ അമ്മയുടെ കഥാപാത്രവുമായി ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏത്? മക്കളുടെ തീരുമാനങ്ങളെ ശക്തമായി എതിർക്കുന്നവർ, സ്വന്തം ദുഃഖം മറച്ചുവെച്ച് മക്കളുടെ നന്മ ആഗ്രഹിക്കുന്നവർ, കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, വീടും പറമ്പും ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ. ശരിയായ ഉത്തരം സ്വന്തം ദുഃഖം മറച്ചുവെച്ച് മക്കളുടെ നന്മ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ പോകാൻ ഇഷ്ടമില്ല, വൃദ്ധസദനത്തിലേക്ക് പോകാൻ ഇഷ്ടമില്ല, എന്നാൽ അതിനൊന്നും ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല. മക്കൾക്ക് ഇനി അതൊരു ഉപദ്രവമായി മാറണ്ട എന്ന കാഴ്ചപ്പാടിലാണ് അമ്മ നിൽക്കുന്നത്. ബിന്ദു ശരണാലയത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ ശരിയായത് ഏത്?
അവിടെ താമസിക്കുന്നവർക്ക് പ്രത്യേക ജോലികൾ ചെയ്യേണ്ടതുണ്ട്. ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ അവിടെ സൗകര്യമില്ല. ചികിത്സ, വ്യായാമം, പ്രാർത്ഥന തുടങ്ങിയ സൗകര്യങ്ങൾ അവിടെയുണ്ട്. അവിടെ ഒരേ പ്രായത്തിലുള്ളവർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ. അപ്പോൾ ശരിയായ ഉത്തരം ചികിത്സ, വ്യായാമം, പ്രാർത്ഥന തുടങ്ങിയ സൗകര്യങ്ങൾ അവിടെയുണ്ട്. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. അമ്മയെ ശരണാലയത്തിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ബിന്ദു അമ്മയോട് വിശദീകരിക്കുന്നു. അമ്മ ശരണാലയത്തെ സ്വർഗ്ഗലോകം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അംബിക അമ്മയെ ആരുടെയും പ്രത്യേക ഷെയറായി കാണണമെന്ന് അഭിപ്രായപ്പെടുന്നു. ഇതിലേതാണ് ശരി? 1ഉം 2ഉം ആണല്ലേ ശരി. അതിൽ മൂന്നാമത്തെ തെറ്റാണ്. അംബിക അമ്മ ആരുടെയും ഷെയറിലല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത്, 4 കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളെ അമ്മയുടെ സ്വഭാവവുമായി ബന്ധപ്പെടാത്തത് ഏത്? വളർത്തുമൃഗങ്ങളോട് ആത്മബന്ധം പുലർത്തുന്നു, അത് ശരിയാണ്. സ്വന്തം ദുഃഖം മറ്റുള്ളവരോട് തുടർന്നു പ്രകടിപ്പിക്കുന്നു, അത് തെറ്റാണ്. അവരുടെ ദുഃഖം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നില്ല. കൊച്ചുമകളായ ഋതുവിനോട് സ്നേഹത്തോടെ പെരുമാറുന്നു, ശരിയാണ്. മക്കളുടെ ജീവിതത്തിൽ താൻ ഒരു ഭാരമാകരുതെന്ന് കരുതുന്നതും ശരിയാണ്. അപ്പം ഇതിൽ തെറ്റായ പ്രസ്താവന, അമ്മയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്താണ്. സ്വന്തം ദുഃഖം മറ്റുള്ളവരോട് തുറന്ന് പ്രകടിപ്പിക്കുന്നത്, അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ നമ്മൾ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെങ്കിലൊക്കെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും അടുത്ത പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.